ഹേ ഗൈസ്, നട്ട വാഴയിൽ 10-20 ദിവസമായിട്ട് പൊടിപ്പൊന്നും വരാത്തതുകൊണ്ട് അതിനെ തുറന്ന് നോക്കുന്നതാണ്. ചുമ്മാ ഇതൊക്കെ ഒരു രസം. അങ്ങനെ എല്ലാ വാഴയ്ക്കും വെള്ളം അടിച്ച് ഞാനല്ലേ ഇപ്പൊ സ്ഥിരമായിട്ട് പപ്പയാണ് എല്ലാ വാഴയ്ക്കും വെള്ളം അടിക്കുക. എന്നിട്ട് നേരെ റെഡിയായി റൂം കിടക്കുന്നുണ്ടോ. പാനലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയും നല്ല ഔട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു. നേരെ പള്ളിയിൽ പോകാനിട്ട് ഇറങ്ങി ഷെഡിൽ കിടന്ന കാറ് ഇറക്കി പള്ളിയിലോട്ട്. അങ്ങനെ പള്ളിയിലെത്തി കുർബാനയും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പ്. കാപ്പിക്കാണെങ്കിൽ കപ്പയും ബീഫും ഉണ്ട്. ഒരു കഷ്ണം ബീഫും പിന്നെ കുറച്ച് കപ്പ ഇട്ടെടുത്താൻ കഴിയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്കാണ് വീട്ടിലൊരു ഗസ്റ്റ് വരും. ഇതിന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇവനായിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ എത്തിയ പാടെ പപ്പിയുടെ അടുത്ത് കഥയും പറഞ്ഞ് തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവ എത്തി കുറച്ച് കഴിഞ്ഞത് അടുത്ത ഗസ്റ്റ് വരും. അങ്കിളുടെ മക്കളാണ്. ഇവൻ നാട്ടിലെത്തിയിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. ചെറുതായിട്ടൊരു നാണുള്ള പോലെ. എന്നിട്ട് നേരെ നിവിന് വാങ്ങിച്ചു വന്നത് തണ്ണിമത്തനും ജ്യൂസാക്കി അത് കുടിച്ചു. എന്നിട്ട് പാനലിന്റെ വർക്കും പിന്നെ റൂമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വീഡിയോയുടെ ഔട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞൊന്ന് പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഈ ഒരു കടയാണ്. ഇതിനെ എനിക്കറിയാന്നുള്ളത് വണ്ടിപ്പലകാരെന്നാണ്. നിങ്ങൾ അവിടെ എന്തൊക്കെ പറയും. അങ്ങനെ ഇതിൽ നിന്നും കുറച്ച് വാങ്ങിച്ച് വീട്ടിലെത്തി നേരെ കാപ്പിയും കുടിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ.